നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ആരുടെയും സഹായമില്ലാതെ ഉന്നത നിലയിലെത്താൻ പോകുന്ന നക്ഷത്രക്കാരുടെ ഗുണവിശേഷങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ വരുന്ന മേടപ്പിറവിയുടെ ഉന്നതിയിലെത്താൻ പോകുന്ന നക്ഷത്രക്കാരുടെ മനോഹരമായിട്ടുള്ള ഒരു വിഷു ആയിരിക്കും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭവനത്തിൽ. അതിനാൽ അത്രയേറെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു മേടം പിറവിയായിരിക്കും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭവനത്തിൽ ഉണ്ടാവുന്നത്. അത്രയ്ക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്ന സമയമാണ്. ആരുടെയും സഹായമില്ലാതെ എന്ന് വെച്ചാൽ ഒരാളും പിന്തുണയ്ക്കാനോ സഹായിക്കാനോ ഒന്നിനും ആരും ഉണ്ടാവില്ല. കാരണം ഇവരുടെ ജീവിതത്തിൽ അത്രയേറെ അധ്വാനിച്ച് പ്രയത്നിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ധനപരമായിട്ടാണെങ്കിൽ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. അതിനാൽ ഇവരുടെ പ്രയത്നം കാരണം അതിശ്രദ്ധയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന വ്യക്തികളായതിനാൽ ആരുടെയും സഹായമില്ലാതെ അത്യുന്നതിയിലെത്തുന്ന നക്ഷത്രക്കാരാണ്. അതിനാൽ വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നത്. വളരെ വളരെ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയഘട്ടമാണ് വരുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ ഒരു സഹായം വേണം എന്ന് മനസ്സിൽ ഉണ്ട് എങ്കിലും ആരുടെയും സഹായമില്ലാതെ ആ കാര്യം എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ വളരെ വിഷമത്തോടു കൂടിയിട്ട് ആ സ്ഥിതിയിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടുള്ള വ്യക്തികളായിരുന്നു. എന്നിരുന്നാലും മനോധൈര്യം കാരണം അവർ ആ കാര്യങ്ങളും എത്രയും വേഗത്തിൽ തീർക്കാൻ കഴിയുന്നോ അത്രയും വേഗത്തിൽ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു വ്യക്തിത്വമുള്ള വ്യക്തികളാണ്. അതിനാൽ അതിമനോഹരമായിട്ടുള്ള അതിസന്തുഷ്ടമായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. മേടപ്പിറവിയുടെ ആ വരവ് തന്നെ ആ വിഷു അത്രയേറെ ആഘോഷപ്രദമായിട്ടാണ് കാണുന്നത്. ആരെല്ലാം എന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തികളാണ് ചിത്തിര, രോഹിണി, തിരുവാതിര, അനിഴം, പുണർദം, പൂയം എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് ഇവിടെ പറഞ്ഞത്. അതിമനോഹരമായിട്ടുള്ള അത്യുന്നതയിലെത്തുന്ന ധനത്തിൻ്റെ കാര്യത്തിലായാലും സൗഭാഗ്യങ്ങളുടെ കാര്യത്തിലായാലും സന്തോഷപ്രദമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളോട് കൂടിയ സമയമാണ്.